ഹരേ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഏകാദശി ഡിസംബർ 1-ാം തീയതിയാണ്. അതിവിപുലമായ രീതിയിലാണ് ഗുരുവായൂർ ദേവസ്വം അത് നടത്തുന്നത്. ഏകാദശി വ്രതം നമ്മൾ നോൽക്കുക, ഗുരുവായൂരിൽ വരിക, ഗുരുവായൂരപ്പനെ ദർശനം നടത്തുക, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക. ഏകാദശി നോറ്റവരെല്ലാവരും ഗുരുവായൂരിനെ സംബന്ധിച്ച് ഒരു ദ്വാദശി പണം സമർപ്പിക്കുക എന്ന ഒരു ചടങ്ങുണ്ട്. അത് രാത്രി 12 മണി മുതൽ, ഏകാദശിയുടെ അന്ന് രാത്രി 12 മണി മുതൽ കൂത്തമ്പലത്തിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അവിടെ മഹാബ്രാഹ്മണർ, ആചാര്യന്മാർ ഇരിക്കുന്നുണ്ടാവും. അവർ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന സങ്കല്പത്തിൽ യാഗങ്ങൾ നടത്തിയ ബ്രാഹ്മണരാണ്. ഇരിങ്ങാലക്കുട, പെരുവനം, ശുഗപുരം എന്നീ ഗ്രാമങ്ങളിൽ നിന്നും യാഗം നടത്തിയവർ ആണ്. അവർ ലോകത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി യാഗം നടത്തി കഴിഞ്ഞാൽ ആ അഗ്നി, യാഗാഗ്നി അവർ അവരുടെ മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ചുമതലയാണ്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും 2 കൂട്ടരും കൂടിയിട്ടാണ് ഈ യാഗാഗ്നി സൂക്ഷിക്കുന്നത്. അവർക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. ആ യാഗാഗ്നി ദിവസേന ജ്വലിപ്പിക്കണം. ഒരു ചെറിയ ക്രിയ അവിടെ ചെയ്യണം. അത് വളരെ ശ്രേയസ്കരമായ ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് അവരത് നടത്തുന്നത്. പക്ഷേ അവർക്ക് അത് ഭയങ്കര ക്ലേശമാണ്. കാരണം ഇന്നത്തെ കാലത്ത് പൊതുവെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാനോ ഓരോ പരിപാടികൾ പങ്കെടുക്കാനോ 2 കൂട്ടർക്കും കൂടി പറ്റില്ല. ആ അഗ്നി സൂക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഭാരം, ചെലവ് കൂടിയതുമാണ്. അപ്പോൾ നമ്മൾ ഈ ദ്വാദശിപ്പണം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ അഗ്നി സൂക്ഷിക്കുവാൻ ലോക നന്മയ്ക്ക് വേണ്ടി എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ കൊടുക്കുന്ന ദക്ഷിണയിൽ നിന്നും അവർ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെയും വക ലോകത്തിനെ സംരക്ഷിക്കാനായിട്ടാണ് ഈ ദ്വാദശിപ്പണം നമ്മൾ സമർപ്പിക്കുന്നത്. ആ ആചാര്യന്മാരുടെ അനുഗ്രഹം കിട്ടുന്നത് നമുക്കും നമ്മുടെ പരമ്പരകൾക്കും ശ്രേയസ്കരമാണ്. അതുകൊണ്ട് ഗുരുവായൂരിൽ വരുന്നവരും നോലുമ്പ് എടുക്കുന്നവരും ഈ ദ്വാദശിപ്പണം സമർപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. ദ്വാദശിപ്പണം സമർപ്പിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ തന്നെ തീർത്ഥം കിട്ടും. അങ്ങനെ നമുക്ക് പാരണ വീടാവുന്നതാണ്. അപ്പോൾ എല്ലാ ഭക്തന്മാർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി വ്രതം നോൽക്കുവാനും യാതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനും, ഏകാദശി വ്രതം നോൽക്കുമ്പോൾ ദേവസ്വം തന്നെ ഏകാദശി വട്ടം അന്നദാനമായി അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിലും നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ ഗീതാദിനമാണ്, പ്രതിഷ്ഠാദിനമാണ്, ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയാണ്, ഉച്ചപൂജയാണ്, ഉദയാസ്തമന പൂജയാണ്. അപ്പോൾ എല്ലാവരും വരിക. അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ 30 മുക്കോടി ദേവതകളുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ പറയുന്നതല്ല, കിട്ടും, അത് ഉറപ്പാണ്. ഹരേ ഗുരുവായൂരപ്പ. എല്ലാവരും വരിക, ഗുരുവായൂരപ്പൻ്റെ ഏകാദശി വ്രതം നോൽക്കുക, ഗുരുവായൂരപ്പനെ ദർശനം നടത്തുക. ഹരേ ഗുരുവായൂരപ്പ.